അനുദിനമുയരുന്ന താപനില കടലിനെയും ചുട്ടുപൊള്ളിക്കുന്നതിനാൽ കടൽ മത്സ്യങ്ങളുടെ ലഭ്യത കുറയുന്നു. ഇതോടെ ജില്ലയിൽ മത്തി, അയല, ചെമ്മീൻ തുടങ്ങിയവയ്ക്ക് വിലയും ഉയർന്നു. കടൽ മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞതായി കച്ചവടക്കാർ പറയുന്നു. പ്രതിദിനം 700 മുതൽ 800 പെട്ടി മീൻ എത്തിയിരുന്ന പാലക്കാട്ടെ മത്സ്യ മാർക്കറ്റിൽ ഇപ്പോഴെത്തുന്നത് അതിന്റെ പകുതി മാത്രം. കഴിഞ്ഞ ആഴ്ച വരെ 80 രൂപയുണ്ടായിരുന്ന മത്തിക്ക് നിലവിൽ 100 മുതൽ 120 രൂപ നൽകണം. നേരത്തെ വലിയ മത്തി ധാരാളം വന്നിരുന്നെങ്കിലും ഇപ്പോൾ കുഞ്ഞൻ മത്തിയാണ് ലഭിക്കുന്നത്. 120 രൂപയുണ്ടായിരുന്ന അയലയ്ക്ക് ഇപ്പോൾ 200 മുതൽ 240 രൂപയുണ്ട് വില. ചെമ്മീന് 400 മുതൽ 450 രൂപയും ആവോലിക്ക് 600 മുതൽ 700 രൂപയും വലിയ മാന്തളിന് 200 മുതൽ 250 രൂപയും വിലയുണ്ട്. കേര, നെയ്മീൻ എന്നിവയ്ക്ക് കിലോയ്ക്ക് 550 മുതൽ 600 രൂപ വരെയുണ്ട്. മത്സ്യ മാർക്കറ്റുകളിൽ വില അല്പം കുറവാണെങ്കിലും വീടുകളിലെത്തി വിൽപ്പന നടത്തുന്നവരിലും സ്റ്റോളുകളിലും വില കൂടുതലാണ്. പൊന്നാനി, കോഴിക്കോട്, ചാവക്കാട് എന്നിവിടങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പാലക്കാട്ടെ മത്സ്യ മാർക്കറ്റുകളിലേക്ക് മീനുകൾ എത്തുന്നത്. പാലക്കാട് മാർക്കറ്റ് റോഡിലും കൊടുവായൂരിലുമാണ് പ്രധാന മാർക്കറ്റുകൾ. കടൽ മീനിന്റെ വരവ് കുറഞ്ഞതോടെ അണക്കെട്ടുകളിൽ നിന്നുമുള്ള മീനുകൾക്ക് ആവശ്യക്കാരും ഏറിയിട്ടുണ്ട്. മലമ്പുഴ അണക്കെട്ടിലെ മീനുകൾ ഫിഷറീസ് വകുപ്പിന്റെ സ്റ്റോളുകൾ വഴിയാണ് വിൽപ്പന നടത്തുന്നത്. ഇതിനു പുറമെ പുഴ മീനുകൾക്കും ഡിമാൻഡുണ്ട്. ഡാം വാള, സിലോപ്പിയ എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. വേനൽ ചൂടിൽ മത്സ്യക്ഷാമം രൂക്ഷമായതോടെ തൊഴിലാളികൾക്ക് നിരാശയാണ്. തീരം വറുതിയിലായതോടെ 1.5 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലകളുമാണ് ദുരിതത്തിലായത്. പൊന്തുവള്ളത്തിലെ മത്സ്യബന്ധനമാണ് കുറച്ചെങ്കിലും ആശ്വാസം. എന്നാൽ മത്സ്യത്തിന് വിലയില്ലാത്തത് തിരിച്ചടിയായിരുന്നു. 3 തൊഴിലാളികൾക്ക് കയറാവുന്ന പൊന്തുവള്ളത്തിൽ പിടിക്കുന്ന മത്സ്യത്തിന്റെ 95% മത്തിയാണ്. കഴിഞ്ഞ 5 വർഷമായി കടലിൽ നിന്ന് കാര്യമായി മത്സ്യം ലഭിക്കുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. ഇടനിലക്കാരെ ഒഴിവാക്കി വഴിയോരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് നടത്തിയിരുന്ന വിപണനവും മത്സ്യക്ഷാമം കാരണം പ്രതിസന്ധിയിലാണ്. പൊന്തുവള്ളത്തിൽ മത്സ്യബന്ധന ശേഷം വല കുടഞ്ഞ് വഴിയോരങ്ങളിൽ തൊഴിലാളികൾ തന്നെ മീൻ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ഇത്. ദേശീയപാത നവീകരണം വഴിയോര കച്ചവടക്കാർക്ക് തിരിച്ചടിയായി, പ്രത്യേകിച്ച് മത്സ്യ കച്ചവടക്കാർക്ക്. റോഡരികിൽ വല കുടഞ്ഞുള്ള മീൻ വിൽപ്പന കൗതുക കാഴ്ച തന്നെയായിരുന്നു. എന്നാൽ റോഡ് പണി നടക്കുന്നതിനാൽ ഇത്തരം കച്ചവടം കാണാനേയില്ല. പൊന്തുവള്ളത്തിൽ പിടിക്കുന്ന മത്സ്യങ്ങളാണ് ഇങ്ങനെ വിൽക്കുന്നതിൽ അധികവും. ചെമ്മീൻ, അയല, മത്തി, മണുങ്ങ്, കുറിച്ചി, മറ്റ് ചെറു മത്സ്യങ്ങൾ എന്നിവയാണ് ഇവർക്ക് അധികമായി ലഭിച്ചിരുന്നത്. രാസവസ്തുക്കൾ പുരളാത്ത ഫ്രഷ് മത്സ്യം ലഭിക്കും എന്നതിനാൽ ഉപഭോക്താക്കൾക്കും ഇത്തരം മീനിനോട് താൽപര്യമായിരുന്നു. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ തീരദേശ ഹർത്താലിന് ഐക്യദാർഢ്യവുമായി ജില്ലയിലെ മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളും കൈകോർത്തു. പ്രധാന മീൻ മാർക്കറ്റുകൾ വ്യാഴാഴ്ച അടഞ്ഞുകിടന്നു. മാർക്കറ്റുകളും കടകളും അടച്ച് ഹർത്താലിന് പിന്തുണ നൽകുമെന്ന് വ്യാപാരികൾ അറിയിച്ചിരുന്നതിനാൽ മീൻ ലോഡും എത്തിയിരുന്നില്ല. ഹർത്താൽ പ്രഖ്യാപനം അറിയാതിരുന്ന ചിലർ പതിവ് പോലെ മീൻ വാങ്ങാൻ ചന്തകളിൽ എത്തിയിരുന്നു. വലിയങ്ങാടി, പുതുനഗരം, പട്ടാമ്പി എന്നിവിടങ്ങളിൽ എല്ലാം തന്നെ വിൽപ്പനശാലകൾ അടഞ്ഞുകിടന്നു. പ്രാദേശിക റൂട്ടിലേക്കും മീൻവണ്ടികൾ പോയില്ല. കമ്മീഷൻ ഏജന്റുമാരും ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. മത്സ്യാനുബന്ധ മേഖലകളിൽ പണിയെടുക്കുന്ന 12,000 പേരാണ് ജില്ലയിലുള്ളത്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നാണ് കടൽമീൻ ജില്ലയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.